കലയുടെയും സാഹിത്യത്തിന്റെയും മറപിടിച്ച് ആഭാസങ്ങളും അധാർമികതകളും നിറഞ്ഞാടുന്ന ഇക്കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ ദിവ്യസൂക്തികൾ മനസ്സിൽ കുത്തിവച്ച കുഞ്ഞു കുരുന്നുകൾ ഒന്നുചേർന്ന് കലയും കഴിവും മികവും തികവും മാറ്റുരയ്ക്കുന്ന സർഗാത്മക വിസ്മയമാണ് അൽ ഇത്ഖാൻ സ്കൂൾ ഓഫ് ഖുർആൻ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ. അൽഹംദുലില്ലാ, ഒരു അൽ ഇത്ഖാനിന് കൂടി പ്രോജ്വല സമാപനം. ഡിസംബറിലെ മഞ്ഞുപുതച്ച പ്രഭാതം കണ്ണ് തിരുമ്മി എഴുന്നേൽക്കുമ്പോഴേക്കും കോട്ടക്കലും കിണവക്കലും തളിപ്പറമ്പും ചട്ടിപ്പറമ്പും കൊടുവായൂരും കോയമ്പത്തൂരും ഉൾപ്പെടെയുള്ള സ്കൂൾ ഓഫ് ഖുർആനിന്റെ നാനാവിധ പ്രാദേശിക സെന്ററുകളിൽ നിന്ന് മത്സരാർത്ഥികളും എസ്കോട്ടിംഗ് ടീമും ഗ്രീൻ വാലി ക്യാമ്പസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ദൂരദിക്കുകളിൽ നിന്നുള്ളവർ തലേന്ന് രാത്രി തന്നെ ക്യാമ്പസിൽ ഇടം പിടിച്ചു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും നേരെ ഉദ്ഘാടന വേദിയിലേക്ക്. പിന്നെ ഹ്രസ്വമായ ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞ് കലയുടെ ഗോതയിലേക്ക്. 7 വേദികളിലായിട്ടാണ് പ്രോഗ്രാം ക്രമീകരിച്ചിരുന്നത്. ഒരങ്കലാപ്പിനും ആശങ്കയ്ക്കും വകയില്ലാത്ത വിധം ചെന്നുകയറുന്നിടത്ത് തന്നെ പ്രോഗ്രാം ഷെഡ്യൂൾ ലിസ്റ്റും കൂടെ ഹെൽപ്പ് ഡെസ്കും ഉണ്ടായിരുന്നു. സമ്പന്നമായ വേദികൾ, സമൃദ്ധമായ സദസ്സുകൾ, സജ്ജരായ പോരാളികൾ. മികവുകൾ മാറ്റുരയ്ക്കേണ്ട ഈ മഹാരണഭൂമിയിൽ ഇന്ന് നടക്കേണ്ടത് യുദ്ധമാണ്. കഴിവുകൾ തമ്മിൽ കൊമ്പുകോർക്കുന്ന സർഗാത്മകതയുടെ മഹായുദ്ധം. തിലാവ, തസ്ഫിയ, തബ്സിറ, തഹ്സീൻ തുടങ്ങി ഖുർആനിക വൈദഗ്ധ്യത്തിന്റെ മിഴിവ് കൂട്ടുന്ന മത്സരങ്ങൾ മുതൽ പാട്ടും പ്രസംഗവും പദപ്പയറ്റും വരെ ഒന്നുചേർന്ന് സ്വരമാധുരിയും വാഗ്വിലാസവും സൃഷ്ടിച്ച കേളീരംഗങ്ങൾ, ഉയരുന്ന ഹർഷാരവങ്ങൾ, ബാഷ്പസങ്കുലമാവുന്ന നയനങ്ങൾ, വാദ്യോപകരണങ്ങൾ അകമ്പടി സേവിക്കാത്ത ഗാനമത്സരങ്ങൾ, പ്രബോധന മേഖലയിലെ പ്രശോഭന ഭാവിയുടെ പ്രതീക്ഷകൾ നൽകിയ പ്രസംഗ മത്സരങ്ങൾ, ധിഷണയെ ചൂടുപിടിപ്പിക്കുന്ന ക്വിസ് മത്സരങ്ങൾ, കളറിംഗ്, കയ്യെഴുത്ത്, പദപ്പയറ്റ്, മെമ്മറി ടെസ്റ്റ്, അങ്ങനെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സംഘാടകരുടെയും മുൻധാരണകളെ തിരുത്തിക്കുറിക്കുന്ന പ്രതിഭയും പ്രാഗൽഭ്യവും നിറഞ്ഞ മത്സരാർത്ഥികൾ. ഇതിനിടയിൽ വിധികർത്തൃത്വമെന്ന ഭാരമേറിയ ചുമടും താങ്ങി കുഴങ്ങിയിരിക്കുന്ന പ്രഗത്ഭരായ ജഡ്ജസ്. ഇടയ്ക്കിടെ മത്സരാർത്ഥികളിൽ ഉദ്യോഗത്തിന്റെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുന്ന ഫലപ്രഖ്യാപനങ്ങൾ. ആത്മാർപ്പണത്തോടെ അവിടെ തമ്പടിച്ച് അക്ഷീണം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സംഘാടകരുടെ വിയർപ്പുകണങ്ങൾ. മികവുറ്റ ടെക്നിക്കൽ വിങ്ങിന്റെ സഹായത്തോടെ പ്രധാന സ്റ്റേജുകൾക്ക് സമീപത്തായി സ്ഥാപിച്ച ഇലക്ട്രോണിക് ലൈവ് സ്കോർ ബോർഡും ലൈവ് ഓൺലൈൻ പോയിന്റ് ടേബിളും, ആദ്യന്തം അനുസ്യൂതം പ്രക്ഷേപണം ചെയ്ത യൂട്യൂബ് ലൈവും ശരീരം കൊണ്ട് സദസ്സിൽ സന്നിഹിതരായവർക്കും അല്ലാത്തവർക്കും നൽകിക്കൊണ്ടിരുന്ന ആവേശത്തിന്റെ തിരയിളക്കങ്ങൾ. സർവവിധ സൗകര്യങ്ങളും ഉറപ്പുവരുത്താനായി അവിരാമം പാഞ്ഞു നടക്കുന്ന ഊർജ്ജസ്വലരായ വളണ്ടിയേഴ്സ്. മത്സരാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വയറും മനസ്സും നിറയ്ക്കാൻ കൈ മെയ് മറന്ന് കർമ്മനിരതരായ ഫുഡ് ആൻഡ് റിഫ്രഷ്മെന്റ് ടീം. അവസാനം ജയപരാജയങ്ങൾ ഒരിക്കലും ഒന്നിന്റെയും ഒടുക്കമല്ലെന്നും ജീവിതത്തിൽ വീണ്ടും മുന്നോട്ട് കുതിക്കാൻ പ്രേരകമാകുന്ന തുടക്കമാണെന്നുമുള്ള അമൂല്യ പാഠവും നെഞ്ചിലേറ്റി 7 വേദികളും 27 മത്സരങ്ങളും 376 മത്സരാർത്ഥികളും നിറഞ്ഞ അൽ ഇത്ഖാന്റെ തിരശ്ശീല താഴ്ന്നു. വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും, ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള റോളിംഗ് ട്രോഫികളും, കലാപ്രതിഭകൾക്കുള്ള സമ്മാനദാനവും പൂർത്തിയാക്കി വിജയകരമായി അവസാനിച്ച അൽ ഇത്ഖാൻ വിട്ടുവീഴ്ചയില്ലാത്ത സംഘാടന മികവിന്റെ അതുല്യ മാതൃകയായി മാറുകയായിരുന്നു. കലയുടെ വസന്തം തീർത്ത സർഗാത്മകതയുടെ ഈ ശാദ്വല താഴ്വരയിൽ നിന്ന് സ്മരണമണ്ഡലങ്ങളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഓർമ്മകളുടെ നിറക്കാഴ്ചകൾ ബാക്കിയാക്കി ഒരു അൽ ഇത്ഖാൻ കൂടി വിട പറയുന്നു. സ്കൂൾ ഓഫ് ഖുർആനിന്റെ ഈ വർണ്ണശലഭങ്ങളുടെ കുഞ്ഞു ചിറകടികൾക്ക് അസാധാരണമായ ഒരു സൗന്ദര്യമുണ്ട്. ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കലാവസന്തം തീർത്തതിൻ്റെ സൗരഭ്യമുണ്ട്. നാളെയുടെ നിർണായക നിമിഷങ്ങളിൽ വഴിതെളിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയുണ്ട്. നാഥ, നീ സ്വീകരിച്ചാലും.